ക്രിസ്റ്റീന, നമ്മൾ നേരത്തെ മുൻ മുഖ്യമന്ത്രിയും CPIM നേതാവുമായിരുന്ന AK നായരുടെ ഓർമ്മ ദിനമാണെന്ന് പറഞ്ഞു. അദ്ദേഹം വിടവാങ്ങിയിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. 20 വർഷം മുൻപ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് കേരളത്തിന്റെ എക്കാലത്തെയും ജനകീയ നേതാവ് വിടവാങ്ങിയത്. നിലപാടുകളിലെ പോരാട്ട വീര്യവും നർമ്മം മേമ്പൊടിയായ വാക്കുകളും ഓർത്തെടുക്കുകയാണ് സഖാവിന്റെ പ്രിയപത്നി ശാരദ ടീച്ചർ. നിലപാടുകളിലെ തെളിമ, ചിരി നിറച്ച വാക്കുകൾ, 2 പതിറ്റാണ്ടു നീണ്ട ശൂന്യത. കണ്ണൂർ കല്യാശ്ശേരിയിലെ ശാരദാസിൽ തലയെടുപ്പുള്ള ചിരിയോർമ്മകൾക്ക് പ്രിയപത്നി ശാരദ ടീച്ചർ കൂട്ടിരിക്കുന്നു. ഒരിക്കലും സഖാവിന് ഇവിടെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ട്. എനിക്ക് പിന്നെ സഖാവിന് ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് നീ അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ആയിരിക്കണം, അങ്ങനെ പറയില്ല. നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്തോന്നേ പറയും. അങ്ങനെയാ അതുണ്ട് ഒരു കാര്യം. പിന്നെ ആദ്യം തന്നെ ഒരു നിർദ്ദേശം ഉണ്ടായിന്, നീ ഒരു രാഷ്ട്രീയക്കാരനെയാണ് കല്യാണം കഴിക്കുന്നത്. എനിക്ക് എപ്പോഴും മനസ്സിലാവും. ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നേതാവ്, അടിമുടി കമ്മ്യൂണിസ്റ്റ്, കരുത്തനായ ഭരണാധികാരി, നർമ്മം ചാലിച്ച് കനപ്പെട്ട രാഷ്ട്രീയം പറഞ്ഞ ജനകീയ മുഖം, പ്രിയ സഖാവിന്റെ ഓർമ്മകൾ നട്ടുനനയ്ക്കുകയാണ് ടീച്ചർ. സഖാവ് എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു സഖാവാണ് ഞാൻ പറയുന്നത്. നാട്ടിനും ജനങ്ങൾക്കും വേണ്ടിയിട്ട്, അല്ലാണ്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് സഖാവ് ജീവിച്ചില്ല. എനിക്കല്ലേ യഥാർത്ഥത്തിൽ അറിയുന്നത്. അത് സഖാവ് എൻ്റെ വിചാരം തന്നെ, ഞാൻ എന്തോ ഒരു ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് സഖാവിന്. നായനാർ ഉപയോഗിച്ച വസ്തുവകകളെല്ലാം കല്യാശ്ശേരിയിലെ വീട്ടിൽ നിന്ന് കണ്ണൂരിലെ അക്കാദമി മ്യൂസിയത്തിലേക്ക് എത്തിച്ചു. ഇവിടെ ഇനി മുതൽ പ്രിയ നേതാവിനെ കാണാം, കേൾക്കാം. ആരാണ് സഖാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഗുണം? പഠിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് സവർണരിരിക്കുന്ന അതേ ബെഞ്ചിൽ ഒപ്പം ഇരിക്കാനുള്ള അവസരം ഒരുക്കിയത് ഗോപാലേട്ടനായിരുന്നു. ഇടതുവഴിയിൽ ഉറച്ച സഖാവിന്റെ സംഭാഷണങ്ങൾ എപ്പോഴും അവസാനിച്ചത് നർമ്മം പ്രസരിപ്പിച്ച റൈറ്റിൽ അഥവാ ശരിയിൽ. ജനകീയ നേതാവിന്റെ ഓർമ്മകൾക്ക് മരണമില്ല. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. എന്തായാലും ആ ഓർമ്മകൾക്ക് മരണമില്ലെന്ന് എനിക്ക് തോന്നുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ കേരളം അത്രയും വികാരനിർഭരമായി, എനിക്ക് തോന്നുന്നു അത്രയും ആൾക്കാരെ പലയിടങ്ങളിലും ആ ബസ് നിർത്തിയിട്ട് കാണിച്ച സ്നേഹപ്രകടനങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നു. അത് അന്നത്തെ കാലത്ത് അത് അത്ര സാധാരണമല്ലായിരുന്നു. അതെ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിക്കുന്നു.